18ാം ലോക്സഭയിലേക്കുള്ള 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 7 ഘട്ടങ്ങളിലായി രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരം പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം അതിവേഗത്തിൽ നടത്തിവരുന്നു. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന് നടക്കും. മുഴുവൻ സീറ്റിലും വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്താകെ 97 കോടി വോട്ടർമാരാണുള്ളത്. ഇതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളുമാണ്. 48,000 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും. 1.8 കോടി പേർ കന്നി വോട്ടർമാരാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുചേരാൻ ഓരോ പൗരനും ലഭിക്കുന്ന സുവർണാവസരം നഷ്ടമാകാതിരിക്കാൻ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നേരത്തെ തന്നെ പരിശോധിക്കുന്നതാണ് ഉചിതം. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ പേര് അതിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ തന്നെ ധാരാളം. ഓൺലൈനായി വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നതിന് ആദ്യം തന്നെ electoralsearch.eci.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. സെർച്ച് ബൈ ഡീറ്റെയിൽ, സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ മൊബൈൽ എന്നിവയാണ് ഈ 3 ഓപ്ഷനുകൾ. സെർച്ച് ബൈ ഡീറ്റെയിൽ എന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര്, പിതാവിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര്, ജനനത്തീയതി, വയസ്സ്, ലിംഗം, സംസ്ഥാനം, ജില്ല, നിയോജക മണ്ഡലം എന്നിവയായിരിക്കും ഈ ഓപ്ഷനുകളിൽ ആവശ്യപ്പെടുക. ഇവയെല്ലാം തെറ്റുകൂടാതെ പൂരിപ്പിച്ചതിനു ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷനായ സെർച്ച് ബൈ എപ്പിക് എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുക. ശേഷം നിങ്ങളുടെ എപ്പിക് നമ്പർ ആവശ്യപ്പെടുന്നിടത്ത് പൂരിപ്പിക്കുക. വോട്ടർ ID കാർഡിലുള്ള എപ്പിക് നമ്പർ നൽകുന്നതിലൂടെ വോട്ടറുടെ വിവരങ്ങൾ ലഭിക്കും. വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകി ഇലക്ടറൽ റോളിൽ പേരുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ് ഒടുവിലത്തെ മാർഗം. OTP വെരിഫിക്കേഷൻ മാത്രം മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗവും.